ഓവനും കുക്കറും ഒന്നുമില്ലാതെ നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കാം. ദോശ ചുടാൻ അറിയാമോ? മതി, അത് മാത്രം മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ. മിക്സിയുടെ ജാറിൽ മുട്ടയും പാലും പഞ്ചസാരയും മൈദയും ഉപ്പും മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്ത് സ്മൂത്തായി ബ്ലെൻഡ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫില്ലിങ്ങിനായി വിപ്പിംഗ് ക്രീം പീക്ക് ആകുന്നവരെ ഒന്ന് അടിച്ച് അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്ത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ചോക്ലേറ്റ് ഗനാഷിനായി ചോക്ലേറ്റിലേക്ക് ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ഒഴിച്ച് 1 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നന്നായി മിക്സ് ചെയ്ത് വീണ്ടും മാറ്റിവെക്കാം. ക്രേപ്പ് ഉണ്ടാക്കാനായി നമ്മൾ മാറ്റിവെച്ച മാവെടുത്ത് നന്നായി ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ ചൂടായ നോൺ സ്റ്റിക് പാനിലേക്ക് ഓരോ തവി വീതം മാവ് ഒഴിച്ച് ദോശ പോലെ ചുട്ടെടുക്കാം. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി കേക്ക് കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കട്ടർ ഇല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജുള്ള ഡബ്ബായോ കട്ടോ എന്തുകൊണ്ടാണെങ്കിലും കട്ട് ചെയ്യാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച ക്രീം എടുത്ത് ഓരോ ക്രേപ്പിന്റെ മുകളിലും നന്നായി സ്പ്രെഡ് ചെയ്ത് ലെയർ ചെയ്യുക. ബാക്കി വന്ന ക്രീം കൊണ്ട് കേക്കിന്റെ സൈഡും ടോപ്പും കൂടെ കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെക്കണം. അതിനുശേഷം അതെടുത്ത് ചോക്ലേറ്റ് ഗനാഷ് ടോപ്പ് ചെയ്യണം. വീണ്ടും ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെക്കണം. ഇപ്പൊ നമ്മുടെ ചോക്കോ ക്രേപ്പ് കേക്ക് റെഡിയായി. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. വിത്ത് ലവ്, ലക്ഷ്മി.